പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കുറുപ്പമ്പടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. കുറുപ്പമ്പടിക്ക് സമീപത്ത് പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിനും സമീപത്ത് ജനങ്ങൾക്ക് വരുവാൻ എളുപ്പത്തിൽ സൗകര്യപ്രദമായ രീതിയിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സുഹൃത്തുക്കളും എല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. കുറുപ്പമ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച MLA ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ നിർവഹിച്ചു. ഏവരും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോയി പൂണേലിൽ സ്വാഗതം പറഞ്ഞു. രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസന പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ എൽദോസിനെ ഞങ്ങൾ എപ്പോഴും അത്ഭുതത്തോടെയും അസൂയോടെ നോക്കിക്കണ്ടിട്ടുണ്ട്. ഓരോ പദ്ധതിക്ക് കൊണ്ടുവരുന്ന പേരുകൾ അത് കണ്ടെത്തി പ്രതിപക്ഷത്ത് നമ്മൾ ഇരിക്കുമ്പോഴും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരു ഭരണാധികാരി, ഒരു ജനപ്രതിനിധി എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ഇടപെടൽ കൃത്യമായ സമയത്ത് ഇടപെടാനും നമുക്ക് വേണ്ട ഇപ്പൊ പെരുമ്പാവൂർ ബൈപ്പാസ് അല്ലേ, ഇപ്പൊ കാലടി പാലം, അങ്കമാലി ക്രോസ് ചെയ്യുന്ന പാലം, ഇതൊക്കെ കൊണ്ടുവരുന്നതിൽ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന MLAക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് അല്ലേ. അത്രയേറെ വികസന പ്രവർത്തനം, കോടിക്കണക്കിന് രൂപ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പെരുമ്പാവൂരിലേക്ക് എത്തിക്കുന്ന. ഞാൻ ആദ്യമായിട്ട് എൽദോസിന്റെ ഒപ്പം ഞാൻ ആദ്യം ഇവിടെ മത്സരിക്കാൻ വരുന്ന സമയത്താണ് ഞാൻ വന്ന് ഇലക്ഷന്റെ ഇതിനിടയിൽ വരുന്നത്. അന്ന് വന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അനിലും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകാമെന്ന് പറഞ്ഞ് എത്ര മണിക്കാണെന്നറിയാം, 1 മണി രാത്രിക്ക് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോച്ചായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അന്ന് വണ്ടിയിൽ കയറി തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു, എൽദോസ് ജയിക്കും. അതാണ് എൽദോസ്. ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒന്ന്, രാഹുൽ ഗാന്ധി വരുന്നതിന്റെ സ്വാഗത സംഘം മീറ്റിംഗ് 11:30 മറൈൻ ഡ്രൈവിലുണ്ട്. അപ്പോൾ എല്ലാ നേതാക്കളും അവിടെ എത്തേണ്ട, MLAക്ക് അവിടെ എത്തേണ്ടതാണ്. ഞാൻ അതിനിടയ്ക്ക് എനിക്ക് കാക്കനാട് ചെന്നിട്ട് വേണം പോകാൻ എന്നുള്ളതുകൊണ്ട് ഞാൻ വൈകിക്കുന്നില്ല. അപ്പോൾ ഈ ഓഫീസ് എല്ലാ ഐശ്വര്യത്തോടെയും ഈ നാട്ടിലുള്ള മുഴുവൻ, ഇപ്പൊ ഇവിടെ പറഞ്ഞു കേട്ടതനുസരിച്ച് പെരുമ്പാവൂരിന്റെ ഉള്ള എല്ലാ ആളുകൾക്കും വരാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എളുപ്പമായ ഒരു സ്ഥലത്താണ് ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഈ ഓഫീസ് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടെ പറയാണ്, ഞാനുണ്ടാവും, എൽദോസിന്റെ കൂടെ കട്ടയ്ക്കുണ്ടാവും ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിൽ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭരണസമിതി ഇപ്പൊ 4 മെമ്പർമാർ ഇവിടെ തന്നെ ഇപ്പൊ ഇരിപ്പുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും. ഇനി നമുക്ക് വലിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇടം ഏറ്റവും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഇടമായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശാരദ മോഹൻ, വെങ്ങോല പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീദ ഷെരീഫ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ, സുഹൃത്തുക്കൾ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുവാനും എത്തിച്ചേരുവാനും സൗകര്യപ്രദമായ രീതിയിലാണ് പുതിയ ഓഫീസിന്റെ പ്രവർത്തനമെന്ന് MLA അറിയിച്ചു. പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് കുറുപ്പമ്പടിയിൽ പുതിയതായി ഒരു പുതിയ വീട് വാടകയ്ക്കെടുത്ത് MLA ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. MLA ഓഫീസ് കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന ഒന്നാണെങ്കിലും സൗകര്യപ്രദമായ ഒരു സ്ഥലത്തേക്ക്, കുറുപ്പമ്പടിയിൽ സൗകര്യപ്രദമായി എല്ലാവർക്കും എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. കുറുപ്പമ്പടി ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസ് സ്റ്റേഷന് അടുത്തായിട്ടാണ് ഒരു വീട്ടിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സ്ഥലം പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ ഏകദേശം സെൻട്രൽ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ തൊട്ട് ചേർന്ന് മുടക്കര പഞ്ചായത്ത്, വേങ്ങൂർ പഞ്ചായത്ത്, അശമന്നൂർ പഞ്ചായത്ത്, രായമംഗലം പഞ്ചായത്ത്, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി, കൂവപ്പടി പഞ്ചായത്ത്, പിന്നെ ഒക്കൽ, വെങ്ങോല, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വരാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് വരണമെങ്കിൽ ബസ്സിൽ വന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 മീറ്റർ നടന്നാൽ എത്താൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത്. ഏറ്റവും നന്നായി സേവനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ, പ്രത്യേകിച്ച് നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുകയും
നന്നായി സേവനങ്ങൾ കൊടുക്കുകയും പാവപ്പെട്ട സാധാരണക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് നമ്മൾ അംഗീകാരം വാങ്ങിയിട്ടുള്ളത്. അതിൽ പല പദ്ധതികളും സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ ബൈപ്പാസ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഈ സന്ദർഭത്തിൽ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, ഇവിടെ വരുന്നവർക്കെല്ലാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ കൂടെ നിൽക്കാനും പാകത്തിലുള്ള സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഏതാവശ്യങ്ങൾക്കും സമീപിക്കാവുന്നതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പത്രമാധ്യമ സുഹൃത്തുക്കളും ഇവിടുത്തെ പൊതുസമൂഹവും നൽകിയിട്ടുള്ള എല്ലാവിധ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് കൂടുതലായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.